കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹാനും ഷിന്നിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഷിന്നിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവളും അവന്റെ മുറിവൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. ഷിന്നും അവളോട് സോറി പറയുന്നുണ്ട്. സോറി പറയുന്നതിനേക്കാളും സേഫ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനവനും ഞാൻ എപ്പോഴും അങ്ങനെയൊന്നുമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ രീതിയിൽ വന്ന് പെട്ടുപോയതാണ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹാനോടും ചോദിക്കുമ്പോൾ അവളും ഗ്ലോറി എന്റർടൈൻമെന്റ് ആണ് എന്റെ പുതിയ ക്ലയന്റ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഷിന്നിനോട് ചോദിക്കുമ്പോൾ പുതിയ കേസ് എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? അവനും എന്റെ ഒരു ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ഗ്ലോറി എന്റർടൈൻമെന്റിലാണ് ഉള്ളത്. ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഹാനും അതും ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ശരിക്കും സീരിയസ് ആയിട്ടാണോ അതോ തമാശയ്ക്ക് വേണ്ടിയിട്ടാണോ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവളും ആലോചിക്കുന്നുണ്ട്. അവളും ആ ഒരു ഏജൻസിക്ക് അകത്ത് വന്നിട്ട് അവിടെയെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ CCTV ഇരിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രേതവും ഷിന്നിനോട് അത് ആരാണെന്ന് ചോദിക്കുമ്പോഴും അവളൊരു വക്കീലാണ് എന്ന് പറയുന്നുണ്ട്. എന്റെ മുന്നുള്ള കേസിൽ അവളായിരുന്നു എന്റെ എതിർഭാഗം വക്കീല്. നിങ്ങൾക്ക് അവരോട് ഒരു ക്രഷ് ഒക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും നീ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ മുഖം നേരത്തെ ചുവന്നു തുടുത്തിട്ടുണ്ടായിരുന്നു. അതിനവനും അത് അതുകൊണ്ടൊന്നുമല്ല, നീ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് എന്റെ കവളം ചുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവളും അവനോട് സോറി ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാരണമാണ് ആക്സിഡന്റ് ഉണ്ടായത്. അവനും നീ എന്തിനാ അവന്റെ പുറകെ ഓടിയതെന്ന് ചോദിക്കുമ്പോൾ അവളും ഞാൻ മരിക്കുന്ന സമയം ഒരു റിംഗ് ടോൺ കേട്ടിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന റിംഗ് ടോൺ ആണെന്ന് അവനോട് പറയുന്നുണ്ട്. ഇവിടെ ഹാനും CCTV ഒക്കെയുള്ള ആ ഒരു റൂമിലേക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവളും ഒരു ഫുട്ടേജ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഷിൻ നേരത്തെ ഈ ഓഫീസിൽ എന്ത് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവളും അത് അന്വേഷിക്കുന്നത്. ആ സമയം സെക്യൂരിറ്റിയും നേരത്തെ വന്ന ഒരുത്തനുണ്ടല്ലോ അവൻ എന്റെ കൈ കടിച്ചു എന്നൊക്കെ ഹാനിനോട് പരാതി പറയുന്നുണ്ട്. ഇവിടെ ഷിന്നും അവന്റെ കാറിൽ ഉണ്ടായിരുന്ന ഒരു ഡാഷ് ക്യാം പരിശോധിക്കുന്നുണ്ട്. റോഡിലായിരുന്നു നമ്മുടെ ട്രക്കും ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടായിരിക്കും. അവനും ആ ഒരു മെമ്മറി കാർഡ് എടുക്കുന്നുണ്ട്. അവനും ആ ഒരു മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ഹാനും ഷിന്നിന്റെ ഫൂട്ടേജ് നോക്കുകയാണ്. അവനും വളരെ വിയേർഡായിട്ട് പെരുമാറുന്നത് അവളും കാണുന്നുണ്ടായിരുന്നു. ഷിൻ ഇവിടെ ആ ഒരു ഡാഷ് ക്യാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലിറിസിസ്റ്റും പോകുന്നത് അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇയാൾ നമ്മുടെ ലിറിസിസ്റ്റ് മാത്രമല്ല, വോക്കൽ ട്രെയിനർ കൂടിയാണ്. അതിന്റെ പിന്നാലെ ഹാനും പോകുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഷിന്നും. അത് കണ്ടിട്ട് അളീനും ചോദിക്കുന്നുണ്ട് നീയും ആളുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു? അതിനവനും അത് ഞാനല്ലായിരുന്നു, അത് ലോവാനായിരുന്നു. ഹാനും CCTV പരിശോധിക്കുമ്പോൾ ഷിന്നിന്റെ പ്രവൃത്തി കണ്ട് എന്തോ ഒരു പന്തികേട് അവൾക്കും തോന്നുന്നുണ്ട്. ഷിന്നും ആ ഒരു ലിറിസിസ്റ്റിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അയാളുടെ പേരില് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അയാള് ഏതൊരു പാട്ട് കോപ്പി അടിച്ചിട്ടുണ്ട്. നിന്റെ ഫോൺ ആൻഡ്രോയിഡ് ആണോ എന്ന് അവളോട് ചോദിച്ചിട്ട് അതിന്റെ ഇമെയിൽ ഐഡിയും അതിന്റെ പാസ്വേഡും ഒക്കെ അവനും ചോദിക്കുന്നുണ്ട്. ഈ ഒരു വെബ് പോർട്ടലിൽ അവളുടെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഫോൺ എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ഒരു സോങ് റൈറ്ററിന്റെ വീട് എവിടെയാണെന്ന് അവളോടും ചോദിക്കുന്നുണ്ട്. അവളും ഞങ്ങൾ 1-2 തവണ അവിടേക്ക് പോയിട്ടുണ്ട്, അത് റിവർ ലാൻഡിന്റെ അടുത്താണ്. ഇവനും ലോവാന്റെ ഫോണിന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയം അത് റിവർ ലാൻഡിന്റെ അടുത്തുള്ളതായിട്ട് അവനും കാണുന്നുണ്ട്. ആ സമയം അവനൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ആ സോങ് റൈറ്ററുടെ വീട്ടിൽ തന്നെയാണ് ഇവളുടെ ഫോൺ ഉള്ളത്. അവനായിരിക്കാം ഇവളുടെ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ഇവനും സംശയിക്കുന്നത്. ഇവരും ആ ഒരു സോങ് റൈറ്ററിന്റെ വീടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാളുടെ പേര് കോ എന്നാണ്. ലോവാനോട് അവന്റെ വീടിനകത്ത് പോയി അവൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കുറെ സമയം ഈ ഒരു വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവള് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷിന്നും കോയുടെ വീടിനകത്തേക്ക് പോകുന്നുണ്ട്. അത് അപകടമാണ്, ഞാനും കൂടെ വരാമെന്ന് അളിയനും പറയുമ്പോ അത് വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. അതിന് അളിയനും നീ ഒരു കാര്യം ചെയ്താ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു മെഷീനും അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ ഇതുകൊണ്ട് നടക്കുന്നതെന്ന് അളിയനോട് ചോദിക്കുമ്പോ ഇതെന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ ലോകം അത്ര ശരിയൊന്നുമില്ല, അതുകൊണ്ട് അവളുടെ സുരക്ഷയ്ക്കായി ഞാൻ വാങ്ങി വെച്ചതാണ്. അങ്ങനെ ഷിന്നും അതും എടുത്ത് കോയുടെ വീടിന്റെ അകത്തേക്കും പോകുന്നുണ്ട്. നോക്കുമ്പോ കോയാണെങ്കിൽ വീടിന്റെ ഹാളില് ഒരു സോങ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവളാണെങ്കിൽ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എനിക്കിത് എന്ത് പറ്റിയെന്ന് അവളോട് ചോദിക്കുമ്പോ അവൻ ആ പാടുന്നത് ഞാൻ എഴുതിയ വരികളാണ്, ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ പാട്ടാണ് അവൻ ഇപ്പോൾ വായിക്കുന്നത്. എന്റെ മ്യൂസിക് കേൾക്കുമ്പോൾ ആൾക്കാർക്കും ജീവിതത്തോട് ഒരുപാട് പ്രതീക്ഷയും ഒക്കെ തന്നെ ഉണ്ടായിരിക്കണം. അവള് ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പാർട്ട് ടൈം ജോലികളും ചെയ്യുന്നുണ്ട്. ആ സമയമാണ് ഇവളും പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നത്. എന്റെ ജീവിതം മറ്റുള്ളവരെ പോലെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പരാതിയും പറഞ്ഞ് എന്റെ സമയം കളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ പാവപ്പെട്ടതാണെന്ന് എനിക്കറിയാം. എന്റെ കയ്യിൽ ഒട്ടും തന്നെ പണമില്ല. എന്റെ ജീവിതം ഒരിക്കൽ ഞാൻ മാറ്റിമറിക്കും. ഇങ്ങനെയൊക്കെ ശുഭ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ലോവാനും. ചിന്നും ഒരു സംശയം പറയുന്നുണ്ട്. നിന്റെ ഈ പാട്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കോ ആ കോയും നിന്നെ കൊന്നത്? അതുകൊണ്ടായിരിക്കും അവൻ നിന്റെ ഫോണും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനവളും ഞാൻ പാട്ട് കമ്പോസ് ചെയ്ത കാര്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. ആ കോയും ഈ പാട്ട് എഴുതുന്നത് ഇപ്പൊ വളരെ എളുപ്പമാണല്ലോ, അടുത്തിനി ഞാൻ ഏത് പാട്ട് എഴുതേണ്ടത് എന്നൊക്കെ സ്വയം പറയുന്നുണ്ട്. അതാണെങ്കിൽ മറ്റാരിൽ നിന്നോ അടിച്ചു മാറ്റിയ പാട്ടും. ഇത് കേട്ട് ഷിന്നിനും ദേഷ്യം വരുന്നുണ്ട്. അവനും ഷോക്ക് അടിപ്പിക്കാമെന്ന് ഷിന്നും കരുതുന്നുണ്ട്. ആ സമയം ഇവനൊരു മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് പാനിക്കായി ഇവൻ മറ്റാരെയോ വിളിച്ചിട്ടുണ്ട്. ആ ലോവാൻ സോങ് കമ്പോസ് ചെയ്യും എന്നുള്ള കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷിനും അതാരെ കുറിച്ചാ അവൻ സംസാരിക്കുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോ അവള് അത് മിക്കവാറും എം എ ആയിരിക്കണം. അവൾ ഒരു തവണ അവള് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാട്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എം എ ആയിരുന്നു, അവളുടെ അടുത്ത കൂട്ടുകാരി. എന്റെ എല്ലാ പാട്ടുകളും എം എക്ക് അറിയാം. കോയും അലവാൻ പാട്ട് എഴുതുമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് ആ പാട്ട്
ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അവൻ ആരോടാ സംസാരിക്കുന്നത്? എമ്മയ്ക്കും നിനക്കും അല്ലാതെ നീ പാട്ട് എഴുതും എന്നുള്ള കാര്യം മറ്റാർക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ അവളും ആബേലിനാണെന്ന് പറയുന്നുണ്ട്. ഇവളും ഇതിനു മുന്നേ സ്റ്റെപ്പ് തെറ്റിക്കുമ്പോ ഒരു പെൺകുട്ടിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അവൾക്കതില് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവളാണ് ആബേൽ. ഞാനെപ്പോഴും അവളോട് വഴക്കൂടാറുണ്ട്. കാരണം അവൾ എപ്പോഴും പല സ്റ്റെപ്പും തെറ്റിക്കുമായിരുന്നു. അവളും പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയം ഇവളത് കണ്ടിട്ടുണ്ടായിരുന്നു. കോയുമായിട്ട് ഈ ആബേല് വളരെ സൗഹൃദത്തിലായിരുന്നു. ആ സമയം ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഹാനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹാനോട് ചോദിക്കുമ്പോൾ ഇന്നലെ ഏജൻസിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അയാൾ ഒരു സെക്യൂരിറ്റിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ ലോവാനെ പോലെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫാനോ മറ്റോ ആയിരിക്കണം. നിങ്ങൾ പറയുന്നത് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ച ആ ട്രെയിനെ കുറിച്ചാണോ? ലോവാൻ മരിച്ച ദിവസം നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടായിരുന്നോ? അവൾ എന്തുകൊണ്ടാ ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇത് കേട്ടവനും ഇതെന്താ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നത്? ഞാനിപ്പോ ഒരുപാട് തിരക്കിലാണ്. അവളോട് അവിടെ നിന്ന് പോകാനായി അവനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവനും ധൃതി പിടിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. ഷിനം ആളിനെ വിളിച്ചിട്ട് ആ കോ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവനെ പിന്തുടർന്ന് എനിക്ക് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഹാനും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ഇപ്പൊ പോയ അയാളാണോ എന്ന് ചോദിക്കുമ്പോൾ ഷിനം ഞാനിവിടെ ഉണ്ടാകുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് ഈ വീടിന്റെ പുറത്തായിട്ട് ഇവന്റെ ഒരു റെസ്റ്റോറന്റിന്റെ കാറും കിടക്കുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും അതൊരു വലിയ കഥയാണ്, ഇപ്പൊ എനിക്ക് പറയാൻ സമയമില്ല. പക്ഷെ അവള് വിടില്ല. എന്നോട് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ വീടിനകത്ത് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുക്കും. അവനും ആ ഒരു ഏജൻസിയുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ച സുവ എന്ന പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ കോയാണ് അവളെ കൊന്നിട്ടുണ്ടായിരിക്കുക അവളുടെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എന്തുകൊണ്ടാ നിങ്ങൾക്ക് തോന്നാനായിട്ട് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവനും ഇതൊന്നും എന്റെ വെറും തോന്നലുകളല്ല. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ അറിയാം? ഇപ്പൊ മാത്രമല്ല മുമ്പത്തെ കേസിലും ആ ഹാർഡ് ഡിസ്ക് എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ സമയമില്ല. ലുവാന്റെ പാട്ടുകളെ കുറിച്ച് അറിയാവുന്ന ആ ഒരു പെൺകുട്ടി ഇപ്പോ അപകടത്തിലാണ്. ഏതാ പെൺകുട്ടി? ഗ്ലോറിയുടെ ട്രെയിനി ആയിട്ടുള്ള എമ്മയാണ്. എന്ന് നമുക്ക് ഒരുമിച്ച് പോകാം. ഗ്ലോറിയിലെ ആർട്ടിസ്റ്റ് എന്റെ ക്ലയൻസ് ആണ്. എനിക്ക് അവരെ സംരക്ഷിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആബേലിനെ ഒന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കോ? മറ്റൊരു ഗ്ലോറി ട്രെയിനിയാണ്. ഈ ഒരു കേസിൽ അവളും ഉൾപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അവളിനി മറ്റൊരു ക്രൈം ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ തടയണം. ഞാൻ എമ്മയുടെ അടുത്തേക്ക് പോകാം. അവരെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവളും നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ അറിയാനായിട്ട് സാധിക്കുമല്ലോ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അവന് പറയുന്നുണ്ട്. അതിന് ഹാനും ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയണം. അതിന് ഷിന്നും സമ്മതിക്കുന്നുണ്ട്. അത് മാത്രല്ല അവളുടെ കാറും അവൻ കടം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എമ്മ ഉള്ളിടത്തേക്ക് അവനും പോകുന്നുണ്ട്. അങ്ങനെ ഇവരും പോകുന്ന സമയത്ത് എമ്മ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ഹാനും ഷിന്നിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയം എമ്മയുടെ കാർ ഇവിടെ കിടക്കുന്നത് ലോവാനും കാണുന്നുണ്ട്. അവളും ഷിന്നിനോട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭാഗ്യം ആ കോ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ എത്തി. എമ്മയും ഇവരെ കാണുന്നുണ്ട്. ഷിന്നും അവളെ കണ്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവനെ കണ്ടിട്ട് നിങ്ങൾ എന്നെ പിന്തുടരുകയായിരുന്നോ? ഞാൻ പോലീസിനെ ഇപ്പൊ വിളിക്കും എന്ന് പറയുമ്പോ അവനും എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. ആബേല് പറഞ്ഞതനുസരിച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അവളും ചോദിക്കുന്നുണ്ട്. ലോവാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരുപാട് പാട്ടുകൾ അവളുടെ ഫോണിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോ അവളും അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ ഫോൺ മിസ്സായെന്നാണല്ലോ ഞാൻ കേട്ടത്. ആ ഫോണില് നിങ്ങൾ അവൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന അവളുടെ ഒരു പാട്ടും ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് അവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സോങ് റൈറ്റർ ആയിട്ടുള്ള കോയാണ് അവളെ കൊന്നിരിക്കുന്നത് ആ പാട്ടുകൾക്ക് വേണ്ടി. നിങ്ങളെടുത്ത വീഡിയോയും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിനക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ നിന്നെ കൊല്ലാൻ ആളെ ശ്രമിച്ചേക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കോ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. അതിനവനും എന്നോട് ലുവാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ലുവാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കത് പറയുന്നതില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സമയം കോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനും നിവൃത്തിയൊന്നും ഇല്ലാതെ എമ്മയുടെ കയ്യില് ആ ഒരു ഷോക്ക് എടുപ്പിക്കുന്ന ഡിവൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ഇത് ഉപയോഗിച്ചോളണം. അങ്ങനെ ഷിന്നും കോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയം എമ്മയും പുറകിലൂടെ വന്ന് ഷിന്നിനെ ഷോക്ക് എടുപ്പിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ലോവാനും ഷോക്ക് ആകുന്നുണ്ട്. കോയും എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവൻ ഇവിടെ വന്നോ? നിനക്കേളെ അറിയാമോന്ന് എമ്മ ചോദിക്കുമ്പോ ഇത് ആ ലോവാന്റെ ഫാനാണ്. ഞാൻ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ലോവാൻ മരിച്ച സമയം നീ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവൻ എങ്ങനെ അറിയാം? അവനവനും നമുക്ക് മാത്രമല്ലേ ഇക്കാര്യങ്ങളൊക്കെ അറിയാവൂ. അത് തന്നെ ഞാനും പറയുന്നത്. അവളുടെ ഫോണില് അവൾ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാട്ടും ഉണ്ടെന്നുള്ള കാര്യം അവനറിയാം. ഇതിന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടേ മതിയാകൂ. അവളുടെ ഫോൺ നീ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും ആ ഒരു ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം ഷിന്നും ഉണർന്നിട്ട് ആ ഒരു ഫോണും കൈക്കലാക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഫിംഗർ പ്രിന്റും ഉണ്ടായിരിക്കും. കോയും ഷിന്നിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവനും കോയെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഞാനിത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് ഡിവൈസ് തരുന്നതിന് മുന്നേ ആ ഒരു ബാറ്ററിയും ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഷിന്നും ഹാനോട് ഗ്ലോറി എന്റർടൈൻമെന്റിന്റെ ഈ ഒരു ഓഡിഷൻ നടന്ന സമയം അവർക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളത് അയച്ചു തരാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാനും അത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഷിനു അത് ചെക്ക് ചെയ്യുമ്പോൾ ലോവാന് 2ാം സ്ഥാനവും എമ്മയ്ക്ക്
8ാം സ്ഥാനവും ആബേലിന് 12ാം സ്ഥാനവുമാണ് ഉണ്ടായിരുന്നത്. ഈ ഓഡിഷന്റെ റൂൾസ് അനുസരിച്ചിട്ട് ആദ്യത്തെ 7 റാങ്കുകാർക്ക് മാത്രമാണ് ഡെബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. 7 പേരിൽ ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ എമ്മയ്ക്ക് 7 പേരിൽ ഒരാളാവാനായിട്ട് സാധിക്കും. പക്ഷെ ആബേലിന് അത് സാധിക്കില്ല. മിക്കവാറുള്ള കേസിൽ കൊലപാതകി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ആളായിരിക്കും. ഇവനും എമ്മയെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ബെനിഫിറ്റ് ഈ കേസിൽ കിട്ടുന്നത് എമ്മയ്ക്കാണ്. അങ്ങനെ ഡിവൈസിന്റെ ബാറ്ററിയും അവൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോയും ഓടാനായിട്ട് ശ്രമിക്കുന്ന സമയം അവന്റെ അളിയനും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനും താനൊരു പോലീസാണെന്ന് പറഞ്ഞ് കോയെ പിടിച്ചു വെക്കുന്നുണ്ട്. ഈ സമയം എമ്മ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഷിന്നും അവളുടെ പിറകെ പോകുന്നുണ്ട്. നീ ഓടിപ്പോയാ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ആരാണെന്ന് അവളും ചോദിക്കുമ്പോ ഞാൻ ലോവാന്റെ വക്കീലാണെന്ന് പറയുന്നുണ്ട്. അവക്ക് വക്കീലില്ലല്ലോ, അവള് മരിച്ചു പോയില്ലേ. അതിനവനും മരിച്ചുപോയ ആൾക്കാർക്കും വക്കീൽ ആവശ്യമാണ്. അവര് തെറ്റായ രീതിയിലാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ അതുപോലെ അത് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷയും ലഭിക്കുന്നതായിരിക്കും. ആ സമയം ലോവാനും വന്നിട്ട് ഇവൾ എന്തിനു വേണ്ടിയിട്ടാ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് എനിക്കറിയണം. ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആയിരുന്നു. ഇവളെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനത് അവളോട് ചോദിക്കാമെന്ന് അവന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അവളും ചോദിക്കുമ്പോ അവനും ലോവാൻ അറിയണം നീ എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്തതെന്ന്. നിങ്ങൾ ഒരിക്കൽ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാ നീ നിന്റെ ഫ്രണ്ടിനെ കൊന്നിട്ടുണ്ടായിരുന്നത്? അതിനവളും ഫ്രണ്ടോ? ഇതുവരെ ഞാൻ അവളെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടിയിട്ടേ ഇല്ല. നമ്മളൊരാളെ ഫ്രണ്ട്സ് ആക്കുന്നത് നമ്മുടെ ലെവലിലുള്ള ആൾക്കാരെയല്ലേ. ഒരിക്കലും അവൾ എന്റെ ലെവൽ ആയിരുന്നില്ല. ഇവള് വലിയൊരു പണക്കാരിയായിരുന്നു. അവളുടെ പാരന്റ്സിന് ഒരുപാട് പണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നിന്നിട്ടാണ് ഇവള് ട്രെയിനിങ്ങും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനതുകൊണ്ട് വളരെ സന്തോഷവതിയായിരുന്നു. പക്ഷെ ആ സമയമാണ് അവള് ഇവിടേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അവള് ധരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് കണ്ടാൽ തന്നെ അവള് എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൾക്ക് 3 പാർട്ട് ടൈം ജോബ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് വലിയ അഹങ്കാരമായിരുന്നു. ഇവളും ആബേലിനെ എപ്പോഴും സ്റ്റെപ്പ് തെറ്റിച്ചത് കൊണ്ട് വഴക്ക് പറയുമായിരുന്നു. പക്ഷെ അന്ന് തന്നെ അതിന് അവളോട് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണം. അതിന് ആബേലും അങ്ങനെയാണെങ്കിൽ എന്നെ ഗിത്താർ പഠിക്കാനായിട്ട് നീ എന്നെ സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ച് ഇവര് വീണ്ടും കൂട്ടാവുന്നുണ്ട്. ഇവര് തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവർ രണ്ടുപേരും വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ ലോവാൻ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവർക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഇവൾക്കും 8ാം റാങ്കാണ് എന്നറിഞ്ഞ നിമിഷം അവളോട് വലിയ അസൂയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളത് മുഖത്ത് കാണിക്കില്ല. ഇവളും പാട്ട് പാടുന്ന സമയം എമ്മയാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അവളോട് ഒരുപാട് അസൂയ എമ്മയ്ക്കും തോന്നുന്നുണ്ട്. നിനക്ക് എങ്ങനെ ഈ വരികളൊക്കെ എഴുതാനായിട്ട് സാധിക്കുന്നത്? നീ ഒരുപാട് പാട്ടുകൾ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കാണുമ്പോൾ അവളും എനിക്ക് പാട്ടുകൾ നീ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രയാസമുള്ള ഘട്ടങ്ങളിൽ എനിക്കിതൊക്കെ കേട്ടിരിക്കാമല്ലോ. ഇത് മറ്റാർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുതെന്ന് അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളും അത് കൊണ്ടുപോയി കൊടുക്കുന്നത് സോങ് റൈറ്റർ ആയ കോയ്ക്കായിരുന്നു. ഇത് ഞാനാണ് എഴുതിയിരിക്കുന്നത്, ഇത് കൊള്ളാമെന്നൊക്കെ ചോദിക്കുമ്പോ കോയും അവളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിനക്കിത് നിന്റെ ഡെബ്യൂട്ട് സോങ് ആയിട്ട് എടുക്കാം. അന്ന് ഞാൻ ഉറപ്പിച്ചു അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മാറ്റിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഇവളും ചെന്നിട്ട് അവളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലീഡർ പോലെയല്ല അവള്, പക്ഷെ നമ്മളെ ഒരുപാട് ഭരിക്കാൻ വരാറുണ്ട്. എന്റെ ഡാഡിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇവരും ചെയർമാനെ ചെന്ന് കണ്ട് ലോവാനെ ഇവിടെ നിന്നും മാറ്റണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാളും ലോവാനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവളും കരയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റൂഫ് ടോപ്പിലേക്ക് പോയത് തന്നെ. പക്ഷെ അവൾ ആ ഫോൺ നോക്കിയിട്ട് ചിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവൾ ഓഡീഷനിൽ നിന്നും നീക്കം ചെയ്തിട്ടും അവൾ എന്തിനെങ്ങനെ സന്തോഷിക്കുന്നത്? അന്നേരം ഇവളുടെ മനസ്സിലും അവളെ അവിടെ നിന്ന് തള്ളിയിടാനായിട്ട് ആരൊക്കെ പറയുന്നത് പോലെ അവൾക്കും തോന്നുന്നുണ്ട്. അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ എല്ലാ പാട്ടുകളും ഇവൾക്ക് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ അവളും ലോവാനെ അവിടെ നിന്നും തള്ളിയിടുന്നുണ്ട്. അവളുടെ ഫോൺ അവിടെ തന്നെ വീണിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് ഒരു റിംഗ് ടോൺ ഇവളും കേൾക്കുന്നത്. നോക്കുമ്പോ ആ ഒരു കോയും അവിടെ ഉണ്ടായിരുന്നു. നീ ഇപ്പോ എന്തായി ചെയ്തിട്ടുണ്ടായിരുന്നത്? ലോവാനല്ലേ നീ ഇപ്പൊ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത്? അതിനവളും ഒരിക്കലും അല്ല. അതിനവനും ഞാനിതിപ്പോ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, നീയാണ് അവളെ കൊന്നത് എന്നുള്ള കാര്യം. പക്ഷേ എമ്മയും കോയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ പാട്ടുകളില്ലേ, അത് ഞാൻ എഴുതിയതല്ല, അത് ലോവാൻ എഴുതിയതാണ്. ആ പാട്ടുകൾക്ക് വേണ്ടി നിങ്ങളാണ് അവളെ കൊന്നതെന്ന് ഞാൻ പറയും. നീ എഴുതിയെന്നല്ലേ എന്നോട് പറഞ്ഞത്? എനിക്കതൊന്നും ഓർമ്മയില്ല. നിങ്ങള് പോലീസിൽ വിളിച്ചു പറ നിങ്ങളാണ് അവളെ കൊന്നതെന്ന് ഞാൻ പോലീസിനോട് പറയും. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിനവളും നിങ്ങൾക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോലീസ് ഇത് വിശ്വസിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ സമയം ഷിന്നിന്റെ ദേഹത്തും ലോന്റെ പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. നിനക്ക് എങ്ങനെ ഇതൊക്കെ എന്നോട് ചെയ്യാൻ തോന്നി? ഞാൻ വിചാരിച്ചത് നമ്മള് ഫ്രണ്ട്സ് ആണെന്നാണ്. പാവപ്പെട്ടവളായിട്ട് ജനിച്ചു പോയത് എന്റെ തെറ്റാണോ? ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ ജീവിതം കെട്ടിപ്പടുത്താനായിട്ട് ശ്രമിച്ചതെന്ന് നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് അവളും പറയുമ്പോ എമ്മയും അവനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് ഹാനും തടയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് അവളും ചോദിക്കുമ്പോ നിങ്ങളുടെ ഏജൻസിയുടെ വക്കീലാണ് ഞാൻ. അത് കേട്ടിട്ട് നീ സന്തോഷിക്കുകയൊന്നും വേണ്ട. ഒരു കൊലപാതകയെ സംരക്ഷിക്കാനൊന്നും ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോവാന്റെ ഫോണും ഞങ്ങൾക്ക് കണ്ടുകിട്ടിട്ടുണ്ട്. ഹാനും നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ഷിന്നിനോട് ചോദിക്കുന്നുണ്ട്. നോക്കുമ്പോ അവൻ കരയുകയാണ്. എന്താണെന്ന് അവളും അതിശയിച്ച് നോക്കുന്നുണ്ട്. ശേഷം പോലീസും എമ്മയെ അറസ്റ്റ് ചെയ്യുന്നു. ഇവളുടെ ഫോണും ചെക്ക് ചെയ്യുന്ന സമയം ആബേലും അവൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ എഴുതിയിട്ടുണ്ടായിരുന്ന പാട്ടുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സന്തോഷവും എല്ലാം ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ്
ഷിനും അവളുടെ അമ്മയുടെ കാര്യം അവളോട് പറയുന്നത്. അമ്മയുടെ നമ്പർ ഇതിലല്ലേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ നമ്പറും ഷിൻ എടുക്കുന്നുണ്ട്. അവനും വിളിക്കാനായിട്ട് തുടങ്ങുന്ന സമയം ലുവാനും നമ്മളിപ്പോ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു എന്നുള്ള കാര്യം അമ്മ അറിയില്ലേ, അത് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനും ഞാൻ എന്തായാലും നിന്റെ അമ്മ എവിടെയാണെന്ന് കണ്ടെത്താം, ദൂരെ നിന്നായാലും നിനക്ക് അവരെ കാണാമല്ലോ. അങ്ങനെ ഇവനും ലുവാന്റെ അമ്മയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കണ്ണുകൾക്ക് തീരെ കാഴ്ചയില്ല. ഒരു കണ്ണ് മൊത്തത്തിൽ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്, മറ്റൊരു കണ്ണ് ഇനി കുറച്ചു നാളുകൂടെ മാത്രമേ ഇവർക്ക് കാഴ്ച ഉണ്ടാവുകയുള്ളൂ. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ലുവാന് കാണുന്നുണ്ടായിരുന്നു. ഇവർക്ക് കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് മകളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവരും വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവളുടെ കുട്ടിക്കാലത്തും അവളുടെ അമ്മയ്ക്കും കണ്ണ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചൂടുവെള്ളം എടുക്കുന്ന സമയം അവളുടെ കണ്ണിലേക്കാണ് അത് വന്ന് വീഴുന്നത്. മകൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതിയാണ് അവരും മുത്തശ്ശിയെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടിവിയിൽ അവളെ കണ്ടതുകൊണ്ടാണ് അമ്മയും അവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്തു തരണം, എന്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്റെ കണ്ണുകള് എന്റെ അമ്മയ്ക്ക് ദാനം ചെയ്യണം. ഇവള് മരിക്കുന്നതിന് മുന്നേ തന്നെ ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് പേപ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരണശേഷവും ഇവളുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 4 പേരുടെ ജീവനാണ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ കണ്ണിന്റെ കോർണയും ഇവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് നിയമ തടസ്സമൊന്നുമില്ല. അങ്ങനെ അവളുടെ അമ്മയ്ക്കും കണ്ണിന്റെ സർജറി നടത്തുന്നുണ്ട്. അവരും ഒരുപാട് കരയുന്നുണ്ട്. എന്റെ മകളെ നേരവണ്ണം നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലുവാന്റെ മുത്തശ്ശിയും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ നന്നായിട്ട് ജീവിക്കണം, അതാണ് നിന്റെ മകളും ആഗ്രഹിക്കുന്നത്. എന്റെ മുത്തശ്ശി എന്റെ അമ്മ സംരക്ഷിച്ചുകൊള്ളും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷിന്നും ഹാനെ പോയി കാണുന്നുണ്ട്. അവളും ഷിന്നിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ രഹസ്യം എന്താണെന്ന് അവളും അവനോട് ചോദിക്കുന്നുണ്ട്. അവനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് വിശ്വസിക്കത്തില്ല, എന്തായാലും കുഴപ്പമില്ല എന്ന് അവളും പറയുമ്പോ ഷിന്നും എനിക്ക് പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് അതൊന്നും വിശ്വസിക്കുന്നില്ല. അവനും എല്ലാ കാര്യങ്ങളും അവളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു മന്ത്രവാദിയുടെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ അവനും വിശദീകരിക്കാൻ നേരം ഹാനും ഇതൊന്നും വിശ്വസിക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫാൻസും ലുവാന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷിന്നെ പോയി കാണുന്നുണ്ട്. ശേഷം ലുവാനെയും ഈ ലോകത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവരും പറഞ്ഞയക്കാനായിട്ട് പോവുകയാണ്. അവളും അവരോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫാദറും അവർ മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കത്തിക്കുന്ന സമയം അവളും എരിഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ശേഷം ഹാനിന് ഒരു കേസ് വരുന്നുണ്ട്. അത് അവളുടെ സുപ്പീരിയറും അവൾക്ക് കൈമാറുന്നുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിനെ കൊന്നതിന് അറസ്റ്റിലായിട്ടുണ്ട്. ആ ഹസ്ബൻഡിനെ കാണിക്കുകയാണ്. അയാളും വാഷ്റൂമിലേക്ക് പോകുന്ന സമയം ഒരു വടി കൊണ്ട് അയാളെ ആരോ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. ആളും കണ്ണ് തുറക്കുമ്പോ ഷിന്നിന്റെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷിന്നും അയാളെ വെൽക്കം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് പ്രേതം ചോദിക്കുമ്പോ ഷിന്നും ഞാൻ നിങ്ങളുടെ വക്കീലാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.